ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉത്രാട പാച്ചിലേക്ക് കിടക്കുന്ന സുഹൃത്തുക്കൾ, ഇന്ന് ഉത്രാട ദിനത്തിനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുക്കുന്നത് പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഒരാൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തൊക്കെയോ കാണിക്കുന്നു. എന്തിനാണോ എന്തോ അവൾക്ക് തന്നെ അറിയാവോ എന്താ കാണിക്കുന്നുള്ളത്. സോ നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇന്ന് ഉത്രാട പാച്ചിലാണ്. ഉത്രാട ദിനത്തിൽ നമുക്ക് ഇന്ന് വൈകുന്നേരം ചെയ്യേണ്ട കുറേ കാര്യങ്ങളും നാളത്തേക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള പർച്ചേസും കാര്യങ്ങളും നമ്മൾ, അതായത് ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഉത്രാടത്തിനന്ന്, അതായത് ഞാൻ തിരുവോണത്തിനൊക്കെ നിങ്ങൾ വീഡിയോ കാണുന്നത്. സോ ഉത്രാടത്തിനന്ന് നമ്മൾ പർച്ചേസിനും കാര്യങ്ങൾക്ക് വേണ്ടി പോവുകയാണ്. സോ നമ്മൾ പോകുന്നത് ഇലക്ട്രിക് സ്കൂട്ടറിലാണ്. അതാണ് സേഫ്. ഇലക്ട്രിക് സ്കൂട്ടറിലാകുമ്പോഴത്തേക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, സേഫ് അതാണ്. സോ ഞാനും ഉണ്ണിക്കുട്ടും കൂടെ പോവുകയാണ്. നമ്മൾ പോയി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യേണ്ടി വരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അഞ്ഞപ്പ പോയിട്ട് വരട്ടെ. അഞ്ഞപ്പ യാത്രയായി സൂര്യാംബുജ. ഓക്കെ, നമ്മൾ പോട്ടെ. ഒരു സൈക്കിളല്ലേ ആ പോണത്? സൈക്കിൾ നമ്മളേക്കാൾ വേഗത്തിലല്ലേ പോണത്? സൈക്കിളൊക്കെ നമ്മളേക്കാൾ വേഗത്തിൽ പോകുന്നു. എന്താടാ ഇങ്ങനെ? ആ നല്ല സ്പീഡുണ്ട് കേട്ടോ. ചേച്ചാ എന്താ ചേച്ചാ ഇതെങ്ങനെ വില? എങ്ങനെ? 150, 100, 75, 200. അര കിലോ? 100 അര കിലോ? ആ എല്ലാ അര കിലോത്തിൻ്റെ വിലയാണ്. എങ്ങനെ മേടിക്കല്ലേ? കാ കിലോ വില? അര കിലോ വെച്ച് മേടിക്കുക. ഇത് കൊള്ളാം, ഇത് കൊള്ളാം അല്ലേ? ഇതും കൊള്ളാം, വൈറ്റും കൊള്ളാം, റോസും കൊള്ളാം. ഫസ്റ്റ് റൗണ്ടിൽ മാത്രം അത് ഇട്ടാൽ മതി, മറ്റെല്ലാം കൂടുതലുള്ളതിനകത്ത് വില കുറഞ്ഞു വരും. ഇത് കൊള്ളാം. ഇത് എന്തേലും ചെയ്യാൻ പറ്റും. അത് അത്തരുന്ന ആൾക്കാരുടെ പ്രിഫറൻസ് പോലെ ഇരിക്കും. അല്ല, അതാണ് നല്ലത്. ചെറിയ റൗണ്ടിലാണ് വില കൂടി ഇട്ടാൽ റോസ്, പിങ്ക്, വൈറ്റ്, ബാക്കി ഔട്ടർ ലെയറിൽ മൊത്തം മറ്റേ ഇട്ടാൽ മതി. ആ എടുത്തോ, നിനക്കും വേണ്ടേ? എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടെന്നാണ് അവള് പറഞ്ഞത്. ആക്ക് മുല്ലപ്പൂവാ? അവൾക്ക് അത് അത് പോകണമെങ്കിൽ മറ്റേ അവിടെ നിന്ന് നിന്റെ ഇത് 2 അര കിലോ പറയട്ടെ. ബന്ദി ആ പറ ചേച്ചി, ഇത് 2 അര കിലോ എടുക്കും. ഇതും മഞ്ഞ ബന്ദി ആരെയാണോ അത്? നോക്കിയേക്കാം. ചേച്ചി പറഞ്ഞ ശരി നോക്കാം. കൂടുതലേ ഉള്ളു. നല്ല കുറവില്ല. കുറവില്ലെന്നാണ് പറഞ്ഞത്. ആ അത് 2 അര. പിന്നെ വെള്ള അര ഇട്. ആ വെള്ള അര ഇട്. കൊഴിയാത്ത നോക്കി എടുക്കണേ. അല്ല കൊഴിയാത്തത് എത്ര ഉള്ളത് നോക്കി എടുക്കാന്ന് പറഞ്ഞ. ചമ്മിക്കോ കുറച്ചുകൂടെ വേണം. അതങ്ങ് ഇരിക്കട്ടെ എന്ന്. അതായില്ല, ഞാൻ പറഞ്ഞില്ല അതെട്ടിക്കണ്. ഇല്ല ഇച്ചിരി വേണം, ഞാൻ പറഞ്ഞില്ലേ. ആ ഇല്ല ഇച്ചിരൂടാ. ആ 200 കൂടുതലുള്ള ഇരിക്കട്ടെ. അതെ പിന്നെ ആ ഓക്കെ അതിരിക്കട്ടെ. ഇതിലുണ്ട് അതിലുണ്ട്. ആ കാല് മറ്റൊന്നും കാക്കിലോ എടുക്കും. ഇരുന്നൂറ്റിയല്ലേ കുറച്ചുകൂടെ വേണം. ഓക്കെ സെറ്റ്. അതും കാക്കിലോ എടുക്കും. ആ അതും കാക്കിലോ. അല്ല 228 ആള് 2 കോണം കൂടി ഇട്ടേ. 250ആണ്. 227 ആള് കളിപ്പിക്കാനല്ല. 227 ആള്. ആ ഇതിപ്പോ കറക്റ്റ്. ഓക്കെ ശരി ചാമ്പിയോ. ആ വെള്ളയും കൂടെ. വെള്ളം എത്ര? വെള്ളം എടുത്താ? ആ വെള്ളം എടുത്തല്ല. അപ്പൊ എത്രയായി മൊത്തം കണക്കൂട്ടി പറ. കണക്കാണ്
കണക്ക് 535. ഓക്കെ ഓക്കെ എല്ലാം പറഞ്ഞോളാം. ഓക്കെ ഇനി ഒന്നും വേണ്ട, ഇത്രയൊക്കെ മതി. 5 രൂപ കുറച്ച് കൂടുതൽ പൂ കിട്ടുന്നുണ്ട്. ആ ക്ലോസ് ചെയ്തോ. അങ്ങനെ 500 രൂപയ്ക്ക് ഇത്രയും പൂ വാങ്ങിച്ചിട്ടുണ്ട്. 500 അല്ല 535 രൂപയ്ക്ക്. എടാ അയ്യോ പോ, എന്നെ കൂട്ടാണ്ടാവാൻ പോണ്. വീട്ടിലെ കുറച്ച് പൂവൊക്കെ വാങ്ങിച്ചിട്ട് വെക്കൂടെ? കുറച്ച് പൂവൊക്കെ വാങ്ങിച്ചിട്ട് പോകും. അത്തൊക്കെ അല്ലേ പിള്ളേരൊക്കെ ഉള്ളല്ലേ, അത്തൊക്കെ ഇട്ട് പോയിട്ട്. ആ അതവിടെ വേറെന്തോ കാര്യം ക്യൂരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. നമ്മളെ ടാസ്ക് കഴിഞ്ഞ് ഇനി ഇവന്റെ പൊണ്ടാട്ടിക്ക് മുല്ലപ്പൂ വാങ്ങിക്കണേ. മുല്ലപ്പൂ ഇല്ലാണ്ട് വീട്ടിൽ കയറാൻ പറ്റൂലല്ലോ നിനക്ക്. ആ മുല്ലപ്പൂ എവിടെ സങ്കല്പിച്ചേക്ക്. അതിന് കളിച്ചോനെ കവല പോകേണ്ടി വരുന്നോന്നടാ. അവിടെ കിട്ടത്തില്ല, അത് വൈകുന്നേരം പോയി മേടിച്ചു തരാം. എന്താടാ അത് വിളിച്ച് ചോദിച്ചു നോക്ക്. അത് നമുക്ക് അവിടെ ചെന്ന് വിളിച്ച് ചോദിച്ചു നോക്കാം. അങ്ങനെ വൈകിട്ട് എല്ലാം കൂടെ ഇറങ്ങാം. പക്ഷെ വൈകിട്ട് ഒന്ന് ഇത്രയും പൂവാണോന്ന് സംശയമാണ്. അതെ കയറ്. നമ്മൾ അവിടെ പുതിയൊരു ഷോപ്പ് അവിടെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി ഞാൻ 2 ഐസ്ക്രീമും ഒരു മാൽക്കിസ്റ്റും പിന്നെ ഒരു തുണി കഴുകാനുള്ള സാധനം ലിക്വിഡും വാങ്ങിച്ചു. ലാഭമായിരുന്നു. എത്ര രൂപ നമുക്ക് വാങ്ങിച്ചപ്പോൾ 18 രൂപയല്ലേ? 820 രൂപ. ഓഫർ കഴിഞ്ഞിട്ട് 550 രൂപ. അത് 2 ഒരു സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ഐസ്ക്രീമും ഒരു വാനില ഐസ്ക്രീമും പിന്നെ ഒരു മാൽക്കിസിൻ്റെ ബിസ്ക്കറ്റും ഒരു ലിക്വിഡും വാങ്ങിച്ചപ്പോൾ അത്രയേ ആയുള്ളൂ. നമ്മുടെ കൺസ്യൂമർ അവലെ പുതുതായിട്ട് തുടങ്ങിയ സൂപ്പർ മാർക്കറ്റാണ്. ഓഫർ പക്ഷേ ഇന്നത്തെ കൂടിയുള്ളു. സോ സാഡ്. ഒരു പാക്കറ്റ് പാൽ മേടിക്കുമ്പോൾ ഒരു പാക്കറ്റ് ഫ്രീ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഓഫറൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ നാളെ വന്നു നോക്കും. നാളെ ചിലപ്പോൾ ഓഫറൊക്കെ കാണും. നിങ്ങൾ കണിച്ചുണങ്ങിയ ഭാഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. കൊള്ളാം, നൈസാണ് കേട്ടോ, നൈസ് ഡീലാണ്. 1800 രൂപ നമുക്ക് 250 രൂപ ഡിസ്കൗണ്ട് കിട്ടുന്നതിന് നല്ല ലാഭമാണ്, നല്ല സംഭവമാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും വീട്ടിൽ കൊണ്ട് വെക്കട്ടെ ഈ സംഭവമൊക്കെ. എന്നിട്ട് ഒരു 5 മണി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പറമ്പിൽ പൂ പറിക്കാനായിട്ട് ഇറങ്ങാം. നമ്മളങ്ങനെ പർച്ചേസ് ചെയ്ത സാധനങ്ങളെല്ലാം കൊണ്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് വെയിലൊക്കെ താറിട്ട് ഇതുപോലത്തെ ചെടികളൊക്കെ ഇല്ലേ, ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, വെള്ളം ഓൾറെഡി നമ്മുടെ കളറുണ്ട്. സോ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ വാടാമല്ലയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് പറമ്പുകളോ തെണ്ടിത്തിരിഞ്ഞ് നടക്കാമെന്നുള്ള പ്ലാനുണ്ട്. ഞാൻ പ്ലാൻ ചെയ്തിട്ടൊന്നും നടക്കാറില്ല. സോ നമുക്ക് നോക്കാം. ആ ഒരു ഇത് കിട്ടുകയെന്നുണ്ടെങ്കിൽ എന്തായാലും ചതാവേര് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്. എന്താണ് കയറത്? കുത്തിക്കയറ്. ഓക്കെ ഓക്കെ. നമ്മളെന്തായാലും വീട്ടിൽ കൊണ്ട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇനി വൈകുന്നേരം നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഇപ്പം തന്നെ നമ്മൾ തിരിച്ച് പിന്നെ വീട്ടിലേക്ക് പോയാണ്. ചെറുതായിട്ട് ഒന്ന് റീചാർജ് ചെയ്യാൻ വേണ്ടി പോകണം. ഓക്കെ. നമ്മൾ വീട്ടിൽ കൊണ്ട് പൂവും കാര്യങ്ങളൊക്കെ വെച്ച് വന്നപ്പോഴത്തേക്ക് ഇവിടെ എന്തുണ്ടാക്കുന്നു? എന്തായാലും ഉണ്ടാക്കണേ നെയ്യാ. ഇത് കുറുക്കല്ലേ കൊച്ചിന് കൊടുക്കാനുള്ള നെയ്യാ? നെയ്യ് തന്നെ. ഇതെങ്ങനെ നെയ്യ് ഉണ്ടാക്കണത്? പാല് തിളച്ചിട്ട് അതിന്റെ പാടുണ്ടാവല്ലോ, അത് നമ്മൾ മാറ്റി വെച്ചെന്നറിയുമ്പോ കരിയൊക്കെ പൊക്കത്ത് തന്നെ. അത് കാര്യമൊന്നും അല്ല, അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിപ്പോ കാണിക്കാൻ നിന്ന്. ഓക്കെ. നമ്മൾ പൂവൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ഇവിടെ ഈവനിങ് വരാമെന്ന് പറഞ്ഞില്ലേ. ഞാൻ നമ്മളിവിടെ താമര ഉണ്ടാകുന്ന എന്താ പറയുക ഒരു പാടമുണ്ട്. അപ്പോൾ പാടത്തിന് താമര എണ്ണ നോക്കാൻ വന്നത്. പക്ഷേ ഇവിടെ ഒരുത്തവിടെ കെട്ടിയിട്ടുണ്ട്, ഒരുത്തവിടെ ഒന്ന് വെള്ളം വെച്ചിരിക്കുന്നു വാ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ താമരയുടെ യാതൊരു അടയാളം കാണുന്നില്ല. കുറച്ചും ഇവന് അച്ഛനെ ഇവിടെ ഈ ഒരു പ്രദേശം അഴിച്ചിട്ടപ്പോഴത്തേക്ക് അവനങ്ങ് ഓടി ഹൈവേരെ പോയെന്ന് പറഞ്ഞിട്ട്. പോപ്പിക്ക് നാളെ ഓണക്കോട് കൊടുക്കുന്നതാണ്. ഒരു കസവ് മുണ്ട് മേടിച്ച് അവനെ ഉടുത്തിപ്പിച്ച് ചോദിക്കാം. ഞാൻ പോയേ താമര ഉണ്ടോ നോക്കിയിട്ട് വരാം കേട്ടാ താമര ഉണ്ടോ നോക്കിയിട്ട് വരാവേ കേട്ടാ. താമര ഉണ്ടോ നോക്കിയിട്ട് വരാം. ഓക്കെ 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 ഓക്കെ. മൊത്തം പുല്ലുപിടിച്ച് കിടക്കണം. താമരയുടെ യാതൊരു അടയാളവും കാണുന്നില്ല. പക്ഷെ അല്ലാത്തപ്പോഴത്തേക്ക് ഇവിടെ താമര കാണുന്നുണ്ട്. മൊത്തം പുല്ലുപിടിച്ച് കിടക്കുകയാണ്. സോ മിഷൻ താമര അക്കോംപ്ലിഷ്. ഇനി നമുക്ക് ചതാവേരിയും പറിച്ച് കുറച്ച് മണ്ണോടുത്തിട്ടൊക്കെ വരാം. ഒന്ന് വരൂ.
ലച്ചു അറിയാവോ, ലച്ചു മറ്റേ ആർട്ടിസ്റ്റ് ആണ്. ഒന്ന് വരുമോ 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 പറയടി, റിപ്ലൈ എടുക്കടി. വരുമോ ഇട്ടെന്നോ ഞാൻ വരച്ചോളാം. കാരണം ഞാൻ ഇങ്ങനെ പൊക്കിയിട്ടൊക്കെ കാണിച്ചായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അന്നേരം ഇത് ചെറുതായതുകൊണ്ട് കാലത്ത് പോകും, പുറക്കേ കാശി പോവുക. ഇത് വെക്കുക, ഇത് റൗണ്ട് മാക്സിമം റൗണ്ടാക്കി വെക്കുക. എന്നിട്ട് ശംഖുപുഷ്പമില്ലേ ഇതില്ലേ, ഇതും ഒരു 3-4 റൗണ്ട് അതിൻ്റെ സൈഡായിട്ട് വെക്കുക. ശംഖുപുഷ്പം നാളത്തെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നാളെ അല്ലേ പിന്നെ ഇന്ന് വെക്കണ്ടേ? അല്ലേ ഇന്ന് വെക്കണം. ചതാവി എടുക്കും എനിക്ക്. ആ മഞ്ഞപ്പൂ എടുത്തിട്ടുണ്ട്. മഞ്ഞപ്പൂവിൻ്റെ റൗണ്ട് വെക്കാം അമ്മ, മഞ്ഞതിൻ്റെ റൗണ്ട് വെക്കാം. പാത്രല്ലോ മൊത്തം എടുത്തിട്ടുണ്ടോ മീന? പ്രൊഫഷണൽ വരക്കാരൻ അത്തമിടക്കാരൻ വന്നിട്ടുണ്ട്. കൂലങ്കോശമായി ഇത് ഇത്തിരി മരുന്നാ കണ്ടിരുന്ന സലി പൂവൊക്കെ പിന്നെ കളയുക നോക്കാം അല്ലേ? ഒരു ഇതുണ്ടാടാ, കുഴപ്പമില്ല, രസമുണ്ട്. അന്നേ ഇങ്ങോട്ട് കുറച്ചിട്. ഇതാവത്തെ മറ്റേ ഇട്ടോട്, മറ്റേ യെല്ലോ കയറ്റിക്കൊടു, യെല്ലോ കയറ്റിക്കൊടു. അതിൻ്റെ ഇതിനകത്ത് മറ്റേതില്ലേ ബാക്കിനകത്ത് യെല്ലോ കയറ്റിക്കൊടു. എനിക്ക് പറയണം, ഞാനും നൂക്കാണ് ചോറ് കഴിച്ചത്. മഴയാ അച്ഛൻ്റെ ഇത് നമ്മൾ കൂടി കാണാൻ ഇറക്കിയിട്ടുണ്ട്. നാളെ കോണ്ടപ്പ് മഴ, അൺഎക്സ്പെക്ടഡ് മഴ. ഇപ്പൊ വരും. അങ്ങനെ വിളിക്കുന്ന ചായച്ചന. ഏതാ ഓൾമോസ്റ്റ് ഫിനിഷ്. ഇനി ഒരു ഹാപ്പി ഓണം കൂടി എഴുതി കഴിഞ്ഞാൽ പൂമിച്ചോള തീരും. ആ എഴുതെഴുത്. ഈ 100 രൂപ ഇവരൊരു പാട്ട് ഗസ് ചെയ്തപ്പോഴത്തേക്ക് അയച്ചെന്നറിയേ ഓണത്തിന് ഒറ്റ പാട്ട് പറയുമ്പോഴത്തേക്ക് ഈ പാട്ടിന്റെ ബീറ്റ് കേട്ടപ്പോഴത്തേക്ക് ചോദിച്ചു ഇത് ഏത് പാട്ടാന്ന് പറയുന്നത് 100 രൂപ വെച്ചത്. ഞാൻ അപ്പം തന്നെ മനമറിയുന്നോള് എന്നുള്ള പാട്ട് പറഞ്ഞ് കൃത്യമായിട്ട് 100 രൂപ വെച്ചെന്ന്. അടുത്തൊരാളുടെ ഇപ്പൊ ഇന്ന് വിരുന്നാക്കഴിഞ്ഞിരിക്കണ വെച്ചല്ല എന്ത് നീ കട്ടല്ലേ എപ്പോഴാ നീ നീ പെണ്ണിനെ വരെ വണ്ടിയെ പ്രണയിച്ചതിനാണ് നീ. അതെ ഇനി ഒളി കണ്ണറിയരുതേ. എനിക്ക് മുമ്പേ കല്യാണം കഴിച്ചൊരു വ്യക്തിയുണ്ട്. ഏതാ നോക്കടാ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മാൻ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. സോറി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. സോറി ചെറുതായിട്ട് മാറിപ്പോയി, ചെറുതായിട്ട് മാറിപ്പോയി. അവരെ ബിഗ് ബോസ് വന്നു പൂക്കൾ വെക്കുന്നത്. ഇനിയൊരു 1000 വർഷം നിങ്ങൾ ഒരുമിച്ച് ജീവിക്കട്ടെ. നമുക്ക് ജോലിയൊക്കെ വാങ്ങിക്കണ്ടേ? ഇതൊക്കെ എപ്പോഴൊക്കെ ജോലി ആണോ? ഞാനീ നാട്ടിൽ വരാത്ത പറഞ്ഞ ഞാനിതൊന്നും അറിയുന്നില്ല. ഓക്കേ അതാണ് ഞാൻ ഇങ്ങനെ എടുക്കും, ഇങ്ങനെ അടിക്കും. വളർന്നു വരുന്ന വ്ളോഗർ. ഞാൻ ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ എടുക്കുന്നു. വളർന്നു വരുന്ന വ്ളോഗറാണ്. ഫേസ്ബുക്കിൽ മാത്രം ഇപ്പൊ കണ്ടന്റ് ചെയ്യാറുള്ളൂ, പക്ഷേ യൂട്യൂബിൽ ഇട്ടോണ്ടിരിക്കുന്നത്.
ഗൈസ് ഇന്നലെ ഞാൻ ഔട്ട്റോ എടുക്കാൻ മറന്നുപോയി. ബിക്കോസ് ഇഫ് യു നോ യു നോ അതായിരുന്നു സംഭവം. അപ്പോൾ ഇന്ന് അത്തവും കാര്യങ്ങളൊക്കെ ഇട്ട് ചെറിയ പരിപാടിയൊക്കെ ഇടുന്നത്. അപ്പോൾ ഇന്ന് തിരുവോണമാണ്. എല്ലാവർക്കും ഹാപ്പി തിരുവോണം. എല്ലാവരും ഇപ്പം പായസം കുടിച്ച് സദ്യയൊക്കെ ക്ഷീണിച്ചിരിക്കുന്നറിയാം. അപ്പം ആ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ കൂടി കാണുക. വീഡിയോ കൊണ്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സ് നിങ്ങൾ ഇതൊക്കെ പറയുക. ഓക്കെ, അപ്പം ഇനി അടുത്ത് നമ്മൾ തിരുവോണയുടെ വീഡിയോ ആയിട്ട് കാണാം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം.